പ്രകാശിനെ ഇടിച്ച വണ്ടി കിട്ടിയല്ലേ? കിട്ടി. ആരുടെയാ വണ്ടി? ആരാ ഓടിച്ചിരുന്നത്? വണ്ടി മാണിക്യൊത്തയാ. ഓടിച്ചിരുന്നത് നിങ്ങളുടെ ഡ്രൈവർ ചാച്ചപ്പനും. ചന്ദ്ര, സങ്കടങ്ങൾ ഉണ്ടാവും, ഉണ്ടാവണം. ഒരു മുറിയിൽ അടച്ചിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മനസ്സിലെ സങ്കടങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നീ അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ മരണമെന്ന് പറയുന്നത് നമുക്കാർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ലല്ലോ. ഇന്നിപ്പോ നിനക്ക് വന്ന സങ്കടം നാളെ മറ്റൊരാൾക്കും വരാം. ഇതുപോലൊരവസ്ഥയിൽ കൂടി കടന്നുപോയ ഒരാളെന്ന നിലയിൽ പറയുക, സങ്കടം തീരുന്നത് വരെ നീ കരയണം. നിന്നെ തടയാൻ ഒരാളും വരില്ല. ചന്ദ്രയകത്ത് കൊണ്ടുപോയി കിടത്ത്. ഉറങ്ങാനല്ല, ഉറങ്ങാൻ പറ്റില്ലെന്നും അറിയാം. എന്നാലും ആ ക്ഷീണം ഒന്ന് മാറട്ടെ. ചെല്ല. ഇന്ന് അമ്മ ചന്ദ്രയോടൊപ്പം ഉണ്ടാവണം. അത് ചന്ദ്രയ്ക്കൊരാശ്വാസമായിരിക്കും. കഴിയുന്നതും ചന്ദ്രയുടെ മുമ്പിൽ പ്രകാശിന്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. മറ്റെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചന്ദ്രയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ചന്ദ്രയും കൊണ്ട് മധുരയിൽ ചെന്ന് ഒന്നിച്ച് കഴിയാവുന്നൊക്കെ പറഞ്ഞ് ഫ്ലാറ്റൊക്കെ എടുത്ത് വന്നവനാ. വലിയ സന്തോഷത്തിലാവും വന്നത്. പക്ഷേ ആ സന്തോഷം കാണാൻ ഈശ്വരന്മാർക്ക് കഴിഞ്ഞില്ല. നമ്മളെ നോക്കേണ്ട ഈശ്വരന്മാരൊക്കെ ഇങ്ങനെയാ ശാലിനി. ചില കാര്യങ്ങളൊക്കെ അവർ കണ്ടില്ലെന്ന് വെക്കും, പലതും അറിയില്ലെന്നും വയ്ക്കും. ആലോചിച്ചിട്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടലാ. എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ കല്യാണമാ ഇപ്പൊ അതിങ്ങനെയായി. പെങ്ങൾക്ക് ആശ്വാസവും കരുത്തും വേണ്ട ആളാണോ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ചിലരൊക്കെ നമ്മളെ പെട്ടെന്നിങ്ങനെ വിട്ടുപോകുമ്പോൾ മനസ്സ് പതറിപ്പോവും. എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവനാ. പക്ഷെ അവന്റെ ജീവൻ ഈശ്വരൻ നമ്മളിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ടങ്ങ് പോയി. എനിക്ക് അവൻ അനിയൻ തന്നെയാ. എന്നിട്ടും ഞാൻ പിടിച്ചു നിൽക്കുന്നില്ലേ? ഇവിടെ നമ്മൾ കൂടി തളർന്ന് പിന്നെ തീർന്നില്ലേ എല്ലാം? ആ റസാഖ്, പ്രകാശിനെ ഇടിപ്പിച്ച വണ്ടി ട്രേസ് ചെയ്ത് പിടിച്ചു. ഏതാ വണ്ടി? ആരാ ഓടിച്ചിരുന്നെ? ഇടിച്ച വണ്ടി മാണിക്കോത്തെ മഹേന്ദ്രന്റെ. ഇടിപ്പിച്ചത് മഹേന്ദ്രന്റെ ഡ്രൈവർ ചാച്ചപ്പനും. ശരി, ഓക്കെ മാഡം. പ്രകാശിനെ ഇടിച്ച വണ്ടി കിട്ടിയല്ലേ? കിട്ടി. ആരുടെയാ വണ്ടി? ആരാ ഓടിച്ചിരുന്നത്? വണ്ടി മാണിക്യൊത്തയാ. ഓടിച്ചിരുന്നത് നിങ്ങളുടെ ഡ്രൈവർ ചാച്ചപ്പനും.
അച്ഛന്റെ വാവ എന്നാ നോക്കുന്നേ? അച്ഛനോട് വേണമെങ്കിൽ മൂർത്തി എന്തായാലോ കേസ് ജയിച്ചു. റിയലി? കൺഗ്രാറ്റുലേഷൻസ്. വാവേ, അറിഞ്ഞോ? വാ. കഴിഞ്ഞ 9 വർഷമായിട്ട് നടക്കുന്ന കേസിനാ ഇന്ന് വിധി പറഞ്ഞിരിക്കുന്നെ. അത് നമുക്കേ അത് നമുക്ക് അനുകൂലമായിട്ട്. എങ്കിൽ അതെന്റെ മോളുടെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്ര. അതെ, നമ്മുടെ മോള്. അങ്ങനെ പറ. നിങ്ങൾ രണ്ടുപേരും കൂടി കൊച്ചിന്റെ കാര്യത്തിൽ അടിയായോ? ഇതൊരു അതിശയം തന്നെയാ മൂർത്തി. സത്യം പറയാലോ, എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇത് ഇങ്ങനെ വരുമെന്ന്. പ്രതീക്ഷ ഉണ്ടായിരുന്ന സാക്ഷി വരെ അവസാന നിമിഷം കൂറുമാറിയ കേസാ. സുബ്രഹ്മണ്യ തിരുമുൽപ്പാട് പറഞ്ഞത് വെറുതെ ആവോ? നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് മൊത്തമായി പുതുവെളിച്ചം കൊണ്ടുവരും നമ്മുടെ മോള്. പറഞ്ഞതൊക്കെ ഓർക്കുന്നില്ലേ? ഞാൻ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും എടുത്തു കൊടുക്ക. മൂർത്തി, ഇവൾക്കും സ്വീറ്റ്സ് വേണോന്ന്. അതെ, കഴിക്കാറാവുമ്പോ ഞങ്ങൾ അറിയിക്കാം. അപ്പൊ വാങ്ങിച്ചു തരാം കേട്ടോ. നമ്മള് വാങ്ങിച്ചു കൊടുക്കാനൊന്നും നിക്കണ്ട. വലുതാവുമ്പോ ഇവള് മൂർത്തിയുടെ പോക്കറ്റിൽ നിന്ന് തനിയെ പണം എടുത്തോണ്ട് പോയി അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ. എന്റെ മോളെ ഞാൻ അങ്ങനെ വളർത്തും. കണ്ടില്ലേ, അപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ പുറത്ത്. അവരമ്മയും മോളും ഒന്നായി. അതെ, ഈ സന്തോഷ വാർത്ത നമുക്ക് അച്ഛനമ്മയെ അറിയിക്കണ്ടേ? നമ്മുടെ മോള് വന്നതിന്റെ ഐശ്വര്യം അവരും കൂടി അറിയട്ടോ. കരയണ്ടോ. സ്വാമി, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലടോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം. ചതി നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാ സാറേ. പക്ഷേ അതേത് വഴിക്കാണെന്ന് കൊണ്ട് മനസ്സിലാവുന്നില്ല. സാറേ, എന്റെ പണി പോവും. മുന്നിൽ വന്ന് നിന്നാ നിന്റെ പണിക്കുറ്റം ഞാൻ തീർക്കും. മാറിക്കോ. അവനെ കയറ്റി വിട്ടേക്ക്. തന്റെ കൈക്ക് അവനെ തടുക്കാനുള്ള ശക്തിയില്ല. വാ.